CPM നേതാക്കൾ ഒന്നാകെ ED കുരുക്കിലാകുന്ന കാഴ്ചയാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിൽ CPM പാർട്ടി ഒന്നാകെ തന്നെ EDയുടെ പ്രതിപട്ടികയിലുണ്ട്. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് EDക്ക് ഇറങ്ങാനേ സമയമില്ല. ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ EDയുടെ വലയിൽ വീഴുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മെയ് മാസം അവസാനമാണ് വീണയുടെ മാസപ്പിടി കേസിൽ ED പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഒരു റെയ്ഡ് നടത്തിയത്. അന്ന് പരിശോധന കഴിഞ്ഞ് മടങ്ങിയ സംഘത്തെ CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ വാഹനം തടഞ്ഞാക്രമിച്ചത് വലിയ കേസായി മാറിയിരുന്നു. നിലവിൽ ആ കേസിൽ പ്രാദേശിക CPM നേതാക്കളാണ് പ്രതികൾ. ഇവർ ജയിലിൽ കഴിയുകയാണ്. 10ഓളം പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്നലെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയത്. ഇവരെല്ലാം അനന്തമായി തന്നെ ജയിലിൽ തുടരാനാണ് സാധ്യത. കാരണം EDയെ പോലൊരു കേന്ദ്ര ഏജൻസിയെ ആക്രമിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. തങ്ങളുടെ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം EDയും അഭിമാന പ്രശ്നമായി ഏറ്റെടുത്തിരിക്കുകയാണ്. കടുത്ത നിലപാടാണ് ഈ കേസിൽ ED സ്വീകരിക്കുന്നത്. അതിനാൽ കേസിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ആക്രമണം ആസൂത്രിതമാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും തുടക്കം മുതൽ ED പറയുന്നുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള CPMന്റെ മുതിർന്ന നേതാക്കളിലേക്ക് എത്തുകയാണ്. മെയ് 27-ന് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ ഗോവിന്ദനും 2 MLAമാരും വീട്ടുവളപ്പിലുണ്ടായിരുന്നു. കൂടാതെ ജോൺ ബ്രിട്ടാസ് MP, ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നീ മുതിർന്ന നേതാക്കളും സ്ഥലത്തെത്തി പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തു. റെയ്ഡ് വാർത്ത അറിഞ്ഞതിന് പിന്നാലെ 100 കണക്കിന് പ്രവർത്തകരാണ് വീടിന് മുന്നിൽ തടിച്ചുകൂടിയത്. മുതിർന്ന നേതാക്കൾ ആഹ്വാനം ചെയ്യാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും പേർ എത്തില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിനാൽ ആക്രമണത്തിനു പിന്നിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി CPM നേതാക്കളുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. MV ഗോവിന്ദൻ, MLAമാരായ CK ഹരീന്ദ്രൻ, V ജോയി എന്നിവരുടെ ഫോൺ കോളുകളാണ് മ്യൂസിയം CI R പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുക. MLAമാരുടെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ആഭ്യന്തര വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടാനുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ED പറയുന്നത് ഇത്രയുമാണ്: നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾക്ക് തങ്ങളോട് വൈരാഗ്യമൊന്നുമില്ല. വൈരാഗ്യമുള്ളത് മുതിർന്ന നേതാക്കൾക്കാണ്. അതിനാൽ അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം. CPMന്റെ മുതിർന്ന നേതാക്കളെ തന്നെ കേസിൽ കുരുക്കുക എന്നതാണ് ED ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. കഴിഞ്ഞ ദിവസം 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ നടന്ന വാദത്തിലും തങ്ങൾ ഒരിഞ്ച് പോലും കേസിൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന നിലപാടായിരുന്നു EDയുടേത്. നേരത്തെ കേസിലെ 9ാം പ്രതിക്ക് മുൻ പ്രോസിക്യൂട്ടറുടെ കള്ളക്കളിയിൽ ജാമ്യം ലഭിച്ചപ്പോൾ അതിനെതിരെ സ്വന്തം നിലയ്ക്ക് ഹൈക്കോടതിയിൽ പോവുകയാണ് ED ചെയ്തത്. അത്തരത്തിലുള്ള അസാധാരണ നടപടികൾ ED സ്വീകരിക്കുമ്പോൾ കേസിനെ എത്രത്തോളം ഗൗരവമായാണ് കാണുന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ.